ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കാണാൻ വേണ്ടിയിട്ടേ ദേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗുജറാത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ദേ ഈ തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ്. വെൽക്കം ബാക്ക് ഗൈസ്, FOCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സെക്കൻഡ് ക്യാമറ ഇരുന്നോട്ടെ. അപ്പോൾ കുറേ കാലമായി നമ്മൾ കണ്ടിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയ് 1-ാം തീയതിയാണ് ലാസ്റ്റ് വീഡിയോ ഇട്ടത്. അപ്പോൾ കുറച്ച് കാലമായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ മുംബൈയിലെ തിയേറ്റേഴ്സിൻ്റെ വീഡിയോ ആണല്ലേ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് മുംബൈയിലല്ല, ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? എവിടാണ് പറ? ഗുജറാത്ത്. യെസ്, നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ് കേട്ടോ. ഒരു വല്ലാത്ത യാത്രയായിരുന്നു അല്ലേ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ സ്ഥലത്തെ പറ്റിയിട്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് തിയേറ്ററിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ് സിനിമ ഏതാ? നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ അല്ലേ. അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്ത് കേട്ടോ. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ബുക്കിംഗ് വന്നിട്ടുണ്ട്. മലയാള സിനിമകളൊന്നും ഇവിടെ ബുക്കിങ്ങേ ഇല്ല ഗൈസ്. എനിക്ക് തോന്നുന്നു നല്ല സിനിമ ആയതുകൊണ്ടും സൺഡേ ആയതുകൊണ്ടും ഒരു ഷോ അവർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് ആ ഒരു സിനിമ ഞങ്ങൾ ഇവിടെ ഞങ്ങളിപ്പോൾ ഉള്ള ഹോട്ടലിലാണ്. ഇപ്പോൾ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ ഞങ്ങൾ പോയി കാണാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ തിയേറ്ററിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെയുള്ള കാര്യം പറയാം. പിന്നെ ചൂടിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേ. നമ്മൾ മുംബൈയേക്കാൾ ഇരട്ടി ചൂടാണ് ഇവിടെ. കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര മഴയാണല്ലോ, പക്ഷെ ഇവിടെ ചൂടോട് ചൂട്. സാധാരണ നമ്മൾ മുംബൈയിലൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഒരു നല്ല തണുത്ത കാറ്റെങ്കിലും ഉണ്ട്. ഇവിടെ അതും ഭയങ്കര ചൂട്. നമ്മളിങ്ങനെ തീയൊക്കെ കത്തിച്ച് തീ കായാനിരിക്കുമ്പോൾ ഉള്ളൊരു ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടാണ് പുറത്ത്. നിങ്ങൾക്ക് രാത്രി ഒരു 10 മണി, അതായത് രാത്രി 10 മണി നമ്മുടെ നാട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു തണുത്ത കാറ്റൊക്കെ വീശുന്ന ഒരു സമയമാണല്ലോ. എന്തുമാത്രം ചൂടാണെങ്കിലും ഒരു ചെറിയ രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും ഒരു തണുത്ത കാറ്റ് കിട്ടുമല്ലോ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല എന്താ പറയുക, നമ്മളൊരു 2 വീലറൊക്കെ എടുത്ത് പുറത്തോട്ട് പോകുന്ന സമയത്ത് നല്ല ഇങ്ങനെ ചൂടിങ്ങനെ അടിച്ച് മുഖത്തേക്ക് കയറുന്നൊരു ഫീലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ വണ്ടി എടുത്ത് ഗുജറാത്തിലേക്ക് വരിക, ഇതങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുക ഗൈസ്. അപ്പോൾ ഇനി സമയം കളയുന്നില്ല, നേരെ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. ഒരുപാട് മലയാളീസ് ഉണ്ട്, ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ആണ് കേട്ടോ. ബാക്കിയെല്ലാം ഇപ്പോൾ പുതിയൊരു സ്ഥലത്തെ പുതിയൊരു തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നും സിനിമയെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയുടെ പുറകെ ഷെയർ ചെയ്യാം. യെസ്, കൈ അടിക്കുന്നു ഗൈസ്. അപ്പോൾ ഇനി ബാക്കിയെല്ലാം അവിടെ പോയിട്ട് കാണാം. ദേ ഈ കാണുന്ന തിയേറ്ററിലാണ് നമ്മൾ ഇന്ന് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കാണുന്നത് കേട്ടോ. അപ്പോഴേ ഇത് സ്ഥലം എവിടെയെന്ന് ചോദിക്കുവാണെങ്കിൽ ഗുജറാത്തിലെ ഗാന്ധിധാം എന്ന് പറഞ്ഞ സ്ഥലത്തിലെ ഓം സിനിപ്ലക്സിലാണ് നമ്മൾ ഇന്ന് സിനിമ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. തിയേറ്ററിന് മുൻപിലായിട്ടാണ് പാർക്കിംഗ് വരുന്നത്. ഇപ്പോഴേ ഈ കാണുന്ന വണ്ടികളൊക്കെ മിക്കവാറും മലയാളീസിൻ്റെതായിരിക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ നല്ല തിരക്കോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു തിയേറ്ററിൽ കളിക്കുന്നത് കേട്ടോ. ഇന്ത്യയിൽ ഏത് കോണിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളീസ് ഉണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ തിയേറ്ററിൻ്റെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്തായാലും നേരെ അങ്ങോട്ട് കയറുവാണ്. തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ട് അകത്തേക്ക് കയറേണ്ടത്. പിന്നെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തില്ല, അപ്പോൾ അതിൻ്റെ 10 രൂപ നമ്മളിവിടെ സ്കാൻ ചെയ്തിട്ട് മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വെയിറ്റ് ലോബിയാണ്. വലിയ സ്പേസ് ഒന്നും ഇല്ല, പിന്നെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്നേഹിതയെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ സ്നാക്ക് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാം. ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ പോപ്കോൺ 60 രൂപ കൊടുക്കണം. ഞങ്ങൾ തൽക്കാലമേ ഈ സാധനം കണ്ടോ, നമ്മുടെ പഫ്സില്ലേ, അത് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരെണ്ണം 50 രൂപയാണ് വരുന്നത്. അപ്പോൾ സ്നാക്സ് ഒക്കെ മേടിച്ചത് നമ്മൾ സ്ക്രീൻ 1-നകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ സ്മിത അവിടെ താലപ്പൊലിയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. നമ്മുടെ സ്നാക്സ് ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി സമയം കളയുന്നില്ല, നേരെ തിയേറ്ററിനകത്തേക്ക് കയറാം. എന്താണ് അവസ്ഥയെന്ന് നോക്കാം കേട്ടോ. മൊത്തത്തിൽ ഒരു ചുവപ്പ് മയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ സ്ക്രീൻ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. കൊള്ളാം. അപ്പോൾ ഇനി സിനിമ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എന്താ അല്ലേ, കേരളത്തിൽ നിന്നാണ് നമ്മൾ വീഡിയോ തുടങ്ങിയത്. ഇപ്പോൾ കേരളം കഴിഞ്ഞ് തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, അത് കഴിഞ്ഞത് ഇപ്പോൾ ഗുജറാത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഓം സിനിപ്ലക്സിലെ സ്ക്രീൻ 1-ൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഇത് കാണുമ്പോഴേ നമ്മുടെ പഴയ PVRൻ്റെ സീറ്റൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ കോട്ടയം ആനന്ദ് തിയേറ്ററിലൊക്കെ ഏതാണ്ട് ഇതേ ടൈപ്പ് സീറ്റാണ് വരുന്നത് കേട്ടോ. നല്ല സുഖമാണ് ഞാൻ ഇരിക്കാനായിട്ട്. ഏറ്റവും പുറകിലായിട്ടാണ് നമ്മുടെ റിക്ലൈനർ സീറ്റ് വരുന്നത് കേട്ടോ. മൊത്തം 17 സീറ്റാണ് വരുന്നത് കേട്ടോ, ഈ ഒരു ഒറ്റ റോയിൽ മാത്രമായിട്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 രൂപയാണ് കേട്ടോ. താരതമ്യേന നമ്മുടെ റിക്ലൈനർ സീറ്റിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. പിന്നെ ഇതിന് മുമ്പിൽ കാണുന്നതാണ് നമ്മുടെ ഡയമണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറി. ഇവിടെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇതിന് ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 250 രൂപയാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. നല്ല കുഷൻ സപ്പോർട്ടാണ് ഈ ഒരു സീറ്റിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് തൊട്ട് മുന്നിലായിട്ടാണ് നമ്മുടെ സിൽവറും ഗോൾഡും വരുന്നത്. ഇനി സ്ക്രീൻ സൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള സ്ക്രീനാണ്. ഞാനിപ്പോൾ ഏറ്റവും പുറകിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള സ്ക്രീനാണ് കേട്ടോ ഇവിടുത്തെ. പിന്നെ പൾസിൻ്റെ സറൗണ്ട് സ്പീക്കേഴ്സ് ആണ് ഈ ഒരു തിയേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഒരു റോയിൽ നമുക്ക് പൾസിൻ്റെ സ്പീക്കേഴ്സ് കാണാം. നേരെ മുകളിലായിട്ടൊരു വലിയ സബ് ഇരിക്കുന്ന കാണാം.
നേരെ ഓപ്പോസിറ്റ് സൈഡിലും അതേ സംഭവങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സ്പീക്കേഴ്സിൻ്റെ മുകളിലായിട്ട് ഒരു ആരോ ഹെഡ് പോലെ റെഡ് ലൈറ്റൊക്കെ കൊടുത്തൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി തിയേറ്ററിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലേ ഇതൊരു ബാൽക്കണി തിയേറ്ററാണ് ഗൈസ്. നേരെ മുകളിലായിട്ട് നമുക്ക് ബാൽക്കണി കാണാൻ പറ്റും. റൂബി എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് കേട്ടോ അവിടെ വരുന്നത്. 350 രൂപയാണ് അവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗാന്ധിധാമിലെ ഓം സിനിപ്ലക്സിലെ സ്ക്രീൻ 1ൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 4 കാറ്റഗറിയാണ്. സിൽവർ, ഗോൾഡ്, ഡയമണ്ട്, പിന്നെ ഏറ്റവും മുകളിലായിട്ട് റൂബി എന്ന് പറഞ്ഞ കാറ്റഗറി നമ്മുടെ ബാൽക്കണി. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും മിനിമം ടിക്കറ്റ് ചാർജ് വരുന്നത് 150 രൂപയാണ്. ഏറ്റവും കൂടുതൽ 350 രൂപ. അപ്പോൾ ഇനി സമയം കളയുന്നില്ല, നമുക്ക് പതുക്കെ തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സിനിമയെ പറ്റിയുള്ള അഭിപ്രായവും തിയേറ്ററിനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ സ്മിത ഇവിടെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഗുജറാത്തിലെ ഫസ്റ്റ് ഫിലിം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. യെസ്, അങ്ങനെ മലയാള സിനിമ എന്നെ കാണാൻ സാധിച്ചതുള്ളതാണ്. ഗൈസ്, എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങളുടെ കല്യാണം ഇൻ ഫ്രണ്ട് ഓഫ് ഗുരുവായൂർ ടെമ്പിൾ ആയിരുന്നു അല്ലേ? അതെ, ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ശരിക്കും പറയാം, സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അമ്മനെ വേറെ ലെവൽ പടം അല്ലേ. ചിരിച്ച് ഒരു വേറെ ലെവലായിട്ടുണ്ട്. കുറേ സിനിമകളുടെ റെഫറൻസ് ഉണ്ടായിരുന്നു. ആക്ടിങ് വൈസ്, കോമഡി എല്ലാം കൊള്ളായിരുന്നല്ലേ, രസമായിരുന്നു. ശരിക്കും നമ്മൾ കോമഡി എന്ന് പ്രതീക്ഷിച്ച് തന്നെ ചിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സിനിമ കാണാൻ പോയത്. യെസ്, കുറച്ച് ലോജിക്കൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ച് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റിയ ഒരു കിടിലം പടം. ഫാമിലിയായിട്ട് കണ്ട് എൻജോയ് ചെയ്ത് തകർക്കാൻ പറ്റിയ ഒരു സെറ്റ് പടം അല്ലേ. തുടക്കം മുതൽ ലാസ്റ്റ് വരെ മനസ്സറിഞ്ഞ് പരിസരം മറന്ന് ചിരിച്ചു. അതുപോലെ തന്നെ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടാവും അല്ലേ. അതെന്തായാലും എല്ലാവരും ഓൾമോസ്റ്റ് ഇപ്പോൾ തിയേറ്ററിൽ ആ സിനിമ കഴിഞ്ഞിട്ട് ആ ലൈറ്റ് അങ്ങോട്ട് വീഴുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാണാൻ പറ്റിയല്ലേ. പിന്നെ ഇന്ന് ഗുജറാത്തിൽ ഞങ്ങൾ കുറേയധികം മലയാളീസിനെ ഇന്ന് നേരിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും സിനിമ സെറ്റ് സിനിമ കേട്ടോ. ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്ത് പറ്റിയൊരു സിനിമയാണ്. പിന്നെ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ അഭിപ്രായമൊന്നും ഇല്ലല്ലേ. എങ്ങനെയായിരുന്നു പ്രൊജക്ഷൻ? അതിനെക്കുറിച്ചൊന്നും അല്ല, നമുക്ക് അതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടിയത് ഭാഗ്യം എന്ന് പറയാം. ഇവിടെ മലയാള സിനിമയൊന്നും റിലീസ് ആവത്തില്ലെന്നാണ് തോന്നുന്നത്. വല്ല നല്ല ഹിറ്റ് സിനിമകളൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഷോ വല്ലതും ഞായറാഴ്ച ഇട്ടായിട്ട് അങ്ങനെ എന്തോ ഭാഗ്യത്തിനാണ് ഞങ്ങളിവിടെ കണ്ടല്ലേ. ശരിക്കും ഈ സിനിമ കാണാൻ പറ്റുമെന്ന് യാതൊരുവിധ ഇതുമില്ലായിരുന്നു. ഞങ്ങൾ OTT വരുമ്പോൾ കാണാമല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് ചുമ്മാ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴാണ് വന്നത്. അപ്പം തന്നെ ഞങ്ങൾ ഒരു ബുക്ക് ചെയ്തു. യെസ്, അപ്പോൾ ഗൈസ് നിർത്തുവാണ്. തിയേറ്ററിനെ കുറിച്ച് വല്ല അഭിപ്രായമൊന്നും ഇല്ല കേട്ടോ. പിന്നെ കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇല്ല, അതുകൊണ്ട് നമ്മൾ സിനിമ കണ്ടല്ലോ എന്നൊരു ആശ്വാസം ഒഴിവാക്കുവാണ് ഗൈസ്. അത് പ്രൊജക്ഷൻ സൗണ്ട് അത് ഇത് ഒന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ല. കിട്ടിയെന്നുള്ളൊരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇനിയും ഗുജറാത്തിലെ കുറേയധികം ഇതുപോലെ തിയേറ്ററുകൾ നിങ്ങളെ കാണിക്കാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.